ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനായി ഉള്ളത്. മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സിച്ചെടി. ഇത്തിരി പൂവേ കുരുന്നു പൂവേ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്ക് ഒരു രസം തന്നെ. കൂട്ടുകാർ, ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഒരു കുട്ടി മഴയും നോക്കി തിണ്ണയിലിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുന്നതാണ് അവൻ കണ്ടത്. പക്ഷി എന്താ ചെയ്യുന്നത്? തന്റെ ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നുമുണ്ട്. കൂട്ടുകാരും ഇതുപോലെ മഴക്കാഴ്ചകൾ കണ്ടിരിക്കാറുണ്ടോ? ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട മഴക്കാഴ്ചകൾ അവിടെ എഴുതൂ കേട്ടോ. ഇവിടെ എഴുതി നോക്കിയാലോ? മഴയുടെ ശബ്ദം. മഴ കൊണ്ടിരിക്കുന്ന പക്ഷി. മരത്തിന്റെ ഇലകളിൽ തട്ടി മഴത്തുള്ളികൾ താഴേക്ക് വീഴുന്നു. പക്ഷിയുടെ നനഞ്ഞ ചിറകുകൾ. മഴവെള്ളം മണ്ണിൽ മറയുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും? മണ്ണ് എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നുണ്ടാവുക എന്ന് നമുക്ക് എഴുതി നോക്കിയാലോ? മഴത്തുള്ളികൾ മണ്ണിലേക്ക് പതിക്കുമ്പോൾ മണ്ണിൽ നിന്നും പുതിയ ചെടികൾ മുളപൊട്ടുന്നു. അത് വളർന്ന് പൂക്കളും പഴങ്ങളും ഉണ്ടാകുന്നത്. ആ പഴങ്ങൾ ഭക്ഷിക്കാനായി പക്ഷികൾ പറന്നു വരുന്നത്. അതുപോലെ തന്നെ ആശ്രയിക്കുന്ന പല ജീവികൾക്കും സന്തോഷം നൽകാനും തനിക്ക് കഴിയുമെന്നും മണ്ണ് സ്വപ്നം കാണുന്നു. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ മണ്ണിന്റെ കിനാവുകൾ എന്ന ഒരു കവിത പഠിച്ചാലോ? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിക കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പി മധുസൂദനൻ എഴുതിയ ഭൂമി പാടുന്നു എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കിയാലോ? മണ്ണിൻ്റെ കിനാവുകൾ. കിനാവുകൾ എന്നാൽ അർത്ഥം സ്വപ്നങ്ങൾ. അപ്പോൾ മണ്ണിൻ്റെ സ്വപ്നങ്ങൾ. ഇവിടെ കുറച്ച് പൂവുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ വരികളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പൊൻവെയിലിൽ കുരുത്ത മുക്കൂറ്റികൾ. പൊൻവെയിലിനെ ഇവിടെ സ്വർണ്ണ നിറവുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. കുരുത്ത, മുളച്ച. അപ്പോൾ സ്വർണ്ണ നിറത്തിൽ മുളച്ചു വന്ന മുക്കൂറ്റികൾ. അടുത്ത വരികളോ? പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. പൂനിലാവ് ചന്ദ്രന്റെ പ്രകാശം, നുകർന്ന കുടിച്ച. പൂത്തുമ്പകൾ എങ്ങനെയാണ് നിൽക്കുന്നത്? പൂത്തുമ്പകൾ ചന്ദ്രന്റെ പ്രകാശം നുകർന്നാണ് നിൽക്കുന്നത്. ഇവിടെ തുമ്പപ്പൂവിന്റെ ഭംഗിയാണ് നിലാവുമായി പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരികൾ: സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. ലാളിക്കുക, ഓമനിക്കുക. ഇവിടെ സന്ധ്യാസമയത്തെ നിറമായ ഓറഞ്ച് നിറമാണ് ജമന്തി പൂക്കൾക്കും ഉള്ളത് എന്നാണ് കവി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചപ്പോൾ ജമന്തി പൂക്കൾക്ക് അതേ നിറം കിട്ടി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ചന്തം അർത്ഥം ഭംഗി. ഇവിടെ ഏതെല്ലാം പൂക്കളാണ് കൂട്ടുകാരെ പറഞ്ഞിരിക്കുന്നത്? മുക്കുറ്റി, തുമ്പ, ജമന്തി. കൂട്ടുകാർ ഈ പൂക്കൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് അടുത്ത വരിയിലേക്ക് പോയാലോ? മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞു കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. അടുത്ത വരിയിൽ നമ്മൾ കോളാമ്പി പൂക്കളെ പറ്റിയാണ് പറയുന്നത്. കോളാമ്പി പൂക്കൾ മഞ്ഞ നക്ഷത്രം പോലെ വേലിയിൽ മഞ്ഞണിഞ്ഞിരിക്കുകയാണ്. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ.
ചേറ്റി നിൽക്കുക, പരത്തുക. പനിനീർ മലരുകൾ, റോസാപ്പൂക്കൾ. സുഗന്ധം, മണം. അപ്പോൾ കാറ്റിലേക്ക് മണം പരത്തി നിർത്തുന്നത് ആരാണ്? പനിനീർ മലരുകൾ, റോസാപ്പൂക്കളാണ്. അടുത്ത വരികൾ: രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. രാത്രി പെറ്റ ജനിച്ച. അപ്പോൾ രാത്രി ജനിച്ച കുരുക്കുത്തി മുല്ലകൾ. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. രാജമുദ്രയണിഞ്ഞ, രാജാവിൻ്റെ മുദ്രയണിഞ്ഞ. ഇവിടെ രാജാവിൻ്റെ കിരീടവുമായി സാമ്യമുള്ള കൃഷ്ണ കിരീട പൂവിനെ കുറിച്ചാണ് പറയുന്നത്. ചെന്താരുകൾ, ചുവന്ന പൂക്കൾ. രാത്രി ജനിച്ച മുല്ലകളും ചുവന്ന കൃഷ്ണ കിരീട പൂവിനെ കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. തൂമ, ഭംഗി. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ ഭംഗിയുള്ളതാണ് വാടാമലരുകൾ എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരികൾ: പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമിതൻ, മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതൊരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. ഈ വരികളുടെ അർത്ഥം നോക്കിയാലോ? എത്രയോ പൂക്കൾ ഭൂമിയുടെ മക്കളായി ദിവസവും ജനിക്കുന്നു. അതുപോലെ പൂക്കൾ എങ്ങനെയുള്ളതാണ്? നീലവാനം, ആകാശം കണ്ണിലുള്ളവരാണ് ഈ പൂക്കൾ. അതുപോലെ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരുമാണ് നമ്മുടെ പൂക്കൾ. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ് പൂക്കൾ. അതുപോലെ ഏത് ഇരുട്ടിലും പൂക്കൾ ചിരിച്ചുകൊണ്ടാണ് നിൽക്കാറുള്ളത്. പിന്നെ പൂക്കളെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നേ? പൂക്കൾ മണ്ണിന്റെ ഓമൽ സ്വപ്നങ്ങളെന്നാണ് കവി പറയുന്നത്. അതുപോലെ പൂക്കൾ ജീവന്റെ സ്നേഹപ്രതീക്ഷകളാണെന്നും കവി ഇവിടെ പറയുന്നു. പി. മധുസൂദനൻ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കൂട്ടുകാർക്ക് ഈ കവിത ഇഷ്ടമായോ? കൂട്ടുകാർ ഇനിയും ഈ കവിത വായിച്ചു നോക്കണേ. 1-2 പ്രാവശ്യം നന്നായി വായിച്ചു നോക്കിയാൽ മാത്രമേ ഈ കവിത മനസ്സിലാകത്തുള്ളൂ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ? ഈണത്തിൽ, താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളാക്കി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഓരോ ഗ്രൂപ്പിൻ്റെയും അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. കൂട്ടുകാർ സ്കൂളിൽ ചെന്ന ശേഷം മറ്റുള്ള കൂട്ടുകാരുമായി ഗ്രൂപ്പുകളായി ചേർന്ന് ഈ കവിത ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കണേ. പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. കവിതയിൽ നമ്മൾ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പഠിച്ചത്? മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പിപ്പൂവ്, പനിനീർപ്പൂവ്, മുല്ല, കൃഷ്ണകിരീടം, വാടാമല്ലി. കൂട്ടുകാർ ഈ പൂക്കളുടെ വർണ്ണചിത്രം ഓരോ കളങ്ങളിലും വരച്ച് അവയുടെ പേരെഴുതുമല്ലോ. നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. ഇവിടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പൂക്കളുടെ ചിത്രം വരച്ച് അതിന് മനോഹരമായ നിറം കൊടുക്കാൻ കേട്ടോ. അടുത്ത ചോദ്യം: നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറും. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. ഇവിടെ കൂട്ടുകാർ പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറുക. ആദ്യത്തെ ഗ്രൂപ്പ് മുക്കൂറ്റി. മുക്കൂറ്റിയുടെ സവിശേഷതകൾ എഴുതിയാലോ? മഞ്ഞ നിറമുള്ള പൂവാണിത്. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും മറ്റും കാണുന്നു. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ പൂവ്. അടുത്ത ഗ്രൂപ്പ് തുമ്പ. ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. അത്തപ്പൂക്കളത്തിലെ രാജാവാണ്. അടുത്ത ഗ്രൂപ്പ് ജമന്തി. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ഓറഞ്ച്, വെള്ള, മഞ്ഞ നിറങ്ങളിൽ കാണുന്നു. അടുത്ത ഗ്രൂപ്പ് കോളാമ്പിപ്പൂവ്. കോളാമ്പിയുടെ ആകൃതിയോട് സാമ്യമുള്ള പൂവാണിത്. അടുത്ത ഗ്രൂപ്പ് പനിനീർപ്പൂവ്. ഈ പൂവിന് നല്ല മണമുണ്ട്, ഭംഗിയുമുണ്ട്. അടുത്ത ഗ്രൂപ്പ് മുല്ല. നല്ല സുഗന്ധമുള്ള പൂക്കളാണിത്. പെർഫ്യൂം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അടുത്ത ഗ്രൂപ്പ് കൃഷ്ണകിരീടം. കിരീടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. ഓണക്കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പൂവാണിത്. അടുത്ത ഗ്രൂപ്പ്
വാടാമല്ലി. പേര് പോലെ തന്നെ ഏറെ ദിവസം വാടാതെ നിൽക്കുന്ന പൂക്കളാണ് ഇവർ. മാല കെട്ടാനും ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ഏത് പൂവിനെ കുറിച്ചാണ് കൂട്ടുകാരെ ആദ്യമായി പറഞ്ഞത്? അതെ, മുക്കുറ്റി പൂവിനെ കുറിച്ചാണ്. ഇനി ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. ഓരോ വരികളും ഓർത്തു ചൊല്ലിയാലോ? മുക്കുറ്റി. മുക്കുറ്റിയെ കുറിച്ചുള്ള വരികൾ ഏതാണ്? പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ. അടുത്തത് തുമ്പ. തുമ്പയെ കുറിച്ചുള്ള വരികളോ? പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. അടുത്ത പൂവ് ജമന്തി. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. അടുത്ത പൂവ് കോളാമ്പിപ്പൂവ്. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. അടുത്ത പൂവ് പനിനീർപ്പൂവ്. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. അടുത്തത് മുല്ല. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. അടുത്ത പൂവ് കൃഷ്ണകിരീടം. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. അടുത്ത പൂവ് വാടാമല്ലി. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. ഈ വരികളെല്ലാം കൂട്ടുകാർ കണ്ടുപിടിച്ചോ? അടുത്ത ചോദ്യം പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. നമ്മുടെ ഭൂമിയിൽ ധാരാളം പൂക്കളുണ്ട്. ഈ പൂക്കളെല്ലാം ദിവസവും വിരിയുന്ന പൂക്കളാണ്. ഇവ ഭൂമിയുടെ മക്കളായിട്ടാണ് കവി കാണുന്നത്. എപ്പോഴും ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പൂക്കളുടെ കണ്ണുകളിൽ നീല ആകാശം തെളിഞ്ഞു കാണാം. വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരാണ് പൂക്കൾ. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുമാണ്. അതുപോലെ ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരുമാണ് പൂക്കൾ. പൂക്കൾ ജീവിതത്തിന് പ്രേമവും പ്രതീക്ഷയും നൽകുന്നു എന്നും കവി പറഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ പൂക്കളുടെ മനോഹാരിതയും സവിശേഷതകളെയും കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. നീല ആകാശം കണ്ണുകളിലുള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ. ഇവിടെ ആകാശത്തിന്റെ നിറവും ഭംഗി, വിശാലത എന്നീ സവിശേഷതകൾ കാണാം. എല്ലാം അറിയാനുള്ള കുട്ടികളുടെ കൗതുകമാണ് നീലവാനം മിഴികളിലുള്ളവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികളെ കുറിച്ചാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത്. അതുപോലെ ഏതു ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളെ കുറിച്ചാണ് പറയുന്നത്. പൂക്കളെ കുറിച്ച് പറയുന്നത് ഏതു പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന മനുഷ്യരെയാണ്. ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ എന്ന വരികളിലൂടെ ഏതു ദുഃഖത്തിലും ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും ചിരിക്കുന്നവരെ കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം ആസ്വാദനക്കുറിപ്പിലേക്ക്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. താഴെ തന്നിരിക്കുന്ന പദസൂര്യൻ കണ്ടോ കൂട്ടുകാരെ? അവിടെ കവിതയുടെ പേര്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, പ്രധാന ആശയങ്ങൾ, സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും, സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ, കവിതയെക്കുറിച്ച് എന്നിവ ചേർത്ത് ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയുടെ പേര് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ? മണ്ണിന്റെ കിനാവുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ചേർത്ത് എഴുതാം. കവിതയുടെ ആശയങ്ങളും എഴുതാം. മനോപടത്തിന്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നല്ലൊരു പേര് നൽകുമല്ലോ. നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് എഴുതിയാലോ? പി മധുസൂദൻ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിന്റെ കിനാവുകൾ. ഈ കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെയും കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും കവി പറഞ്ഞിരിക്കുന്നു. മുക്കുറ്റി പൂവിനെ സ്വർണ്ണ നിറമുള്ള വെയിലിൽ ജനിച്ചവരാണെന്നാണ് പറയുന്നത്. ഇതിലൂടെ മുക്കുറ്റിപ്പൂവിന്റെ ഭംഗിയും നിറവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുമ്പപ്പൂക്കളെ നിലാവുമായി താരതമ്യം ചെയ്യുന്നു. തുമ്പപ്പൂവിന്റെ വെളുത്ത നിറം
നിലാവ് പോലെ എന്നാണ് പറയുന്നത്. ജമന്തി പൂക്കളെയോ? ജമന്തി പൂക്കളെ സന്ധ്യാസമയത്ത് ആകാശത്ത് തെളിയുന്ന നിറവുമായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറക്കുന്ന പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശം പ്രതിഫലിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. വെള്ളത്തുള്ളികൾ മാലയായി ധരിക്കുന്നു എന്ന വരികളിലൂടെ ഇതളുകളിൽ വെള്ളത്തുള്ളി തട്ടുമ്പോഴുള്ള സ്നേഹം പ്രകടമാകുന്നു. അതുപോലെ ഏതൊരിട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് എന്ന വരികളിലൂടെ ജീവിതത്തിൽ പോരാടുന്നവരാണ് പൂക്കൾ എന്നും കവി പറയുന്നു. ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള പൂക്കളുടെ കഴിവിനെയും കവി നമുക്ക് കാണിച്ചു തരുന്നു. അടുത്ത ചോദ്യം, ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കൂറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. കൂട്ടുകാർ സ്കൂളിൽ ചെന്ന ശേഷം ടീച്ചർ പറയുന്നത് പോലെ കേട്ട് കൂട്ടുകാരുമായി ചേർന്ന് ചുമർ പത്രിക തയ്യാറാക്കണേ. അടുത്തത് മലർമാല കോർക്കാം. പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിത അവതരിപ്പിക്കുമല്ലോ. കൂട്ടുകാർ വായനശാലയിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിൽ ഇനി വായനശാലയിൽ പോയി പൂക്കളെ കുറിച്ചുള്ള കവിതകൾ എടുത്ത് വായിച്ചു നോക്കുമല്ലോ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായി ഉണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്കായി ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്